ഈ ക്വസ്റ്റ്യൻ നോക്കാം. The cylindrical tube of a spray pump has cross section of 8 centimeters square, one end of which has 40 fine holes, each of diameter 1 mm. If the liquid flow inside the tube is 1.5 meter per minute, what is the speed of the ejection of the liquid through the holes? ഇതാണ് ക്വസ്റ്റ്യൻ. നമുക്ക് റഫായിട്ടൊന്ന് വരച്ച് നോക്കാം. അപ്പോഴാണ് നമുക്കിത് മനസ്സിലാവുള്ളൂ. മനസ്സിലായാലും ഇതൊരു സിലിണ്ട്രിക്കൽ ട്യൂബാണ്, ഒരു സ്പ്രേ പമ്പാണ്. ഇതിൽ റൈറ്റ് സൈഡിൽ ചെറിയ ഫൈൻ ഹോൾസുകളുണ്ട്. അതിൽ കൂടിയാണ് സ്പ്രേ പുറത്തോട്ട് വരുന്നത്. 1 mm ഡയമീറ്ററുള്ള ചെറിയ ഫൈൻ ഹോൾസുകളാണുള്ളത്. 40 എണ്ണമുണ്ട് ഇതേപോലത്തെ. ഞാൻ എല്ലാം കാണിക്കണില്ല. ലെഫ്റ്റ് സൈഡ് ഫുള്ളി ഓപ്പൺ ആണ്. നമ്മൾ ഇവിടുന്ന് ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഒരു പിസ്റ്റൺ വെച്ചിട്ട് ഇവിടുന്ന് പുഷ് ചെയ്യുന്നു. ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഒരു പിസ്റ്റൺ വെച്ചിട്ട് നമ്മൾ പുഷ് ചെയ്യുന്നു. ഇതിനകത്ത് നിറച്ച് ഫ്ലൂയിഡാണ്. ഈ സിലിണ്ടറിനുള്ളിൽ ഫ്ലൂയിഡ് ഉണ്ട്. അപ്പോൾ ഇവിടുന്ന് പുഷ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫൈൻ ഹോൾസിൽ കൂടി നല്ല സ്പീഡിൽ ഫ്ലൂയിഡ് പുറത്തോട്ട് പോകും. അതായത് സ്പ്രേ പുറത്തോട്ട് പോകും. നമുക്ക് വേണ്ടത് അതാണ്, സ്പീഡ് ഓഫ് ഇജക്ഷനാണ്. എത്ര സ്പീഡിലാണ് ഇതിൽ നിന്ന് ഫ്ലൂയിഡ് പുറത്തോട്ട് പോകുന്നത്. ഇവിടെ റൈറ്റ് സൈഡിൽ ഈ ഫൈൻ ഹോൾസ് കാണുന്നില്ലേ, അവിടെ മാത്രമേ ഓപ്പൺ ആയിട്ടുള്ളൂ. ബാക്കി സ്ഥലത്ത് ക്ലോസ്ഡ് ആണ്. ഇവിടെ ആണെങ്കിൽ ഫുള്ളി ഓപ്പൺ ആണ്. നമ്മൾ പിസ്റ്റൺ വെച്ചിട്ട് അങ്ങോട്ട് പുഷ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ സിലിണ്ടറിൻ്റെ ഏരിയ തന്നിട്ടുണ്ടോ? ക്രോസ് സെക്ഷൻ ഏരിയ 8 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഈ സിലിണ്ടറിൻ്റെ ഈ ഏരിയ ഇല്ലേ, ഈ കാണുന്ന ഏരിയ, അത് 8 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്. A1 ഓക്കെ. A1 ഈസ് ഈക്വൽ ടു 8 സെൻറ്റിമീറ്റർ സ്ക്വയർ. 8 ഇൻറ്റു 10⁻⁻⁴ മീറ്റർ സ്ക്വയർ എന്ന് എഴുതാം. സെൻറ്റിമീറ്റർ സ്ക്വയറിന് മീറ്റർ സ്ക്വയർ ആക്കണമെങ്കിൽ 10⁻⁻⁴ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. മുമ്പ് പഠിച്ചിട്ടുള്ളതാണ്. ഇനി ഇവിടുത്തെ ഫ്ലൂയിഡ്, ഈ ഏരിയയിലുള്ള എല്ലാ ഫ്ലൂയിഡും ഒരേ സ്പീഡിലാണ് മൂവ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എത്ര സ്പീഡിലാണെന്ന് പറഞ്ഞിരിക്കുന്നത്? 1.5 അല്ലേ. V1 എന്ന് പേര് കൊടുക്കുക. V1 1.5 മീറ്റർ പെർ മിനിറ്റ്. മീറ്റർ പെർ മിനിറ്റ് ഡിവൈഡ് ബൈ 1.5 മീറ്റർ ഇൻ 1 മിനിറ്റ്. കറക്റ്റ് ആണല്ലോ. 1.5 മീറ്റർ ഇൻ 1 മിനിറ്റ്. ഇൻ 1 മിനിറ്റ് ആണ്. അതായത് 60 സെക്കൻഡ് ആണ്. ഇങ്ങനെ എഴുതിയാൽ തെറ്റൊന്നുമില്ലല്ലോ. V1 ഈക്വൽ 1.5 മീറ്റർ ഇൻ 1 മിനിറ്റ് പെർ 1 മിനിറ്റ്. അതായത് ഡിവൈഡ് ബൈ 60 സെക്കൻഡ്. 1 മിനിറ്റ് 60 സെക്കൻഡ് ആണല്ലോ. നമുക്കിത് ഇപ്പോൾ 1.5 ഡിവൈഡ് ബൈ 60 മീറ്റർ പെർ സെക്കൻഡ് എന്ന് എഴുതാം. V1 നമ്മൾ മീറ്റർ പെർ സെക്കൻഡ് ആണല്ലോ യൂണിറ്റ്. A1 V1 കിട്ടി. ഇനി A2 എന്താ വരുന്നതെന്ന് അറിയാമോ? A2 ഞാനിവിടെ എഴുതാം. A2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ ഓപ്പൺ ആയിട്ടുള്ള ടോട്ടൽ ഏരിയ. A2 എന്ന് പറഞ്ഞാൽ ഫുൾ എടുക്കരുത്. റൈറ്റ് സൈഡിൽ ഓപ്പൺ ആയിട്ടുള്ള ടോട്ടൽ ഏരിയ. റൈറ്റ് സൈഡിൽ 40 ഹോൾസ് ഉണ്ട്. 40 ടൈംസ് ഏരിയ ഓഫ് ഈച്ച് ഹോൾസ്. ഓരോ ഹോൾസും സർക്കിളാണെന്ന് അറിയാമല്ലോ. ഓപ്പൺ ആയിട്ടുള്ള ഏരിയ മാത്രമേ എടുക്കാൻ പാടുള്ളൂ. 40 ഇൻറ്റു ഓരോ ഹോളും സർക്കുലർ ഷേപ്പിലാണ്, πr² അല്ലേ. സർക്കിളിൻ്റെ ഏരിയ πr² ആണ്. 40 ഇൻറ്റു π എന്ന് പറഞ്ഞാൽ 3.14 ആണ്. റേഡിയസ് തന്നിട്ടുണ്ടോ? 6. റേഡിയസ് തന്നിട്ടില്ല. 1 മില്ലിമീറ്റർ ഡയമീറ്റർ ആണ് അല്ലേ. ഡയമീറ്റർ 1 മില്ലിമീറ്റർ ആണ്. ഇവിടെ റേഡിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/2 മില്ലിമീറ്റർ ആണ് അല്ലേ. ഡയമീറ്റർ 1 mm ആകുമ്പോൾ റേഡിയസ് എത്ര? അതിൻ്റെ ഹാഫ് 1/2 മില്ലിമീറ്റർ ആണ്. 1/2 മില്ലിമീറ്റർ എന്ന് പറയുമ്പോൾ 1/2 ഇൻറ്റു 10⁻³ മീറ്റർ ആണ്. അതായത് 1/2 വേണമെങ്കിൽ 0.5 എന്ന് എഴുതണമെങ്കിൽ എഴുതാം. 0.5
മില്ലിമീറ്ററിനെ മീറ്റർ ആക്കണമെങ്കിൽ 10⁻³ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ റേഡിയസ് 0.5 × 10⁻³ ആണ്. 0.5 × 10⁻³ സ്ക്വയർ. ഇതാണ് ഏരിയ A2 എന്ന് പറയുന്നത്. റൈറ്റ് സൈഡിൽ ഓപ്പൺ ആയിട്ടിരിക്കുന്ന ഏരിയ. കണ്ടിന്യൂറ്റി ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി യൂസ് ചെയ്യാം, ശരിയല്ലേ? ഇവിടെ വേറെ ലീക്കൊന്നുമില്ല. A1 V1 = A2 V2, ശരിയല്ലേ? ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട്. A1 V1 = A2 V2. അതിൽ ആ V2 ആണ് നമ്മളെ ക്വസ്റ്റ്യൻ. ഈ ഹോൾസിൽ നിന്ന് എത്ര സ്പീഡിലാണ് ഫ്ലൂയിഡ് പോകുന്നത്? ഇത് അറേഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ V2 = A2 നമുക്ക് ലെഫ്റ്റ് സൈഡിലോട്ട് കൊണ്ടുപോവാം. A1 V1 / A2 എന്ന് കിട്ടും. A2 ലെഫ്റ്റ് സൈഡിലോട്ട് എടുത്തതാ. A1 V1 / A2. അപ്പോൾ V2 = A1 എന്താണ്? A1 8 × 10⁻⁻⁴. V1 എന്താണ്? V1 എന്ന് പറഞ്ഞാൽ 1.5/60. അത് ചെയ്യാൻ പറ്റും കേട്ടോ. 1.5/60 അതാണ് V1. അപ്പോൾ A1 V1 ആയില്ലേ? ബൈ A2. A1 V1 എഴുതിയിട്ടുണ്ട് ബൈ A2. A2 എന്ന് പറഞ്ഞാൽ 40 × 3.14 × 0.5 സ്ക്വയർ അല്ലേ? 40 × 3.14 × 0.5 സ്ക്വയർ 0.25 ആണ്. 10⁻³ സ്ക്വയർ 10⁻⁻6 വരും. അതായത് -3 × 2 -6 ആണല്ലോ. 10⁻³ സ്ക്വയർ 10⁻6 ആണ്. ഒന്നുകൂടി 8 × 10⁻⁴ × 1.5 ഡിവൈഡഡ് ബൈ ഈ 60 താഴേക്കായിരിക്കും പോവാ അല്ലേ? ഡിവൈഡ് ബൈ 60 താഴേക്ക് പോവും. 40 × 60 × 3.14 × 0.25 × 10⁻⁻6. കാൽക്കുലേഷൻ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യണില്ല. നിങ്ങളൊന്ന് സെപ്പറേറ്റ് ചെയ്ത് നോക്കിയിട്ട് എനിക്ക് കിട്ടുന്ന ആൻസർ അല്ലേന്ന് വെരിഫൈ ചെയ്യാം. കേട്ടല്ലോ? ചെയ്തു വരുമ്പോൾ ആൻസർ 0.64 m/s ആണ്. ക്ലിയർ?